നന്മയുടെ സമൃദ്ധിയുടെ ഓണം. വാമന പാദസ്പർശമേറ്റ് വേദനയോടെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മഹാബലി തമ്പുരാന് ബലിദാനമായ മാലോക മലയാളികളുടെ ഓണം. പൂക്കളയില്ല, ഊഞ്ഞാലാട്ടില്ല, ആർപ്പുവിളികളില്ല. ഇനിയിപ്പോ ഓണം നാട്ടിൽ അറിഞ്ഞില്ല. എടോ, അതിന് കൂടാതെ ഓണാഘോഷിക്കുന്നത് മുഴുവൻ ചാനലുകാരില്ല. ഒരു ചാനലുകാർ മോഹൻലാലിനെ വെച്ച് ആഘോഷിക്കുന്നു, മറ്റൊരു ചാനലുകാർ മമ്മൂട്ടിയെ വെച്ച് ആഘോഷിക്കുന്നു. ഇതിന് രണ്ടിനും ഗതിയില്ലാത്തവര് സന്തോഷ് പണ്ഡിറ്റിനെയോ കുളപ്പുള്ളി ലീലയോ വെച്ച് ആഘോഷിക്കുന്നു. അന്ന് തന്നാലായി താൻ പാടോ. അതെ, നേരം വൃത്തപ്പത്തോട് നടക്കുവേ. പച്ച വെള്ളം കുടിച്ചിട്ടില്ല. തിരുമേനിക്കാണെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം. ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിയില്ല. അല്ല, നമ്മൾ എങ്ങോട്ടാണ് പോവാ? എടോ, നമ്മുടെ ദിനേശന്റെ വീട്ടിലോട്ട്. ഏത് ഫുൾ ടൈം വെള്ളം കുട്ടോടി ദിനേശന്റെ വീട്ടിലേക്കാ? എടോ, അവൻ വെള്ളോടിയൊക്കെ നിർത്തി. ഇപ്പതേ ഈ വർഷത്തെ ഓണം ബന്ധുക്കളെ സ്വന്തക്കാരെ കുറിച്ച് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. താനൊരു ആപ്പുവിളി കേട്ട? അതെവിടത്താണെന്നറിയാമോ? നമ്മുടെ ദിനേശന്റെ വീട്ടിൽ. ഈ വർഷത്തെ ഓണാഘോഷം നമ്മുടെ ദിനേശന്റെ വീട്ടിൽ തന്നെ. പാടും. ഞാനിട്ടേക്ക പൂക്കളം കാണാൻ പറ്റും എന്റെ തൃക്കാക്കര. ജില്ലയിലുള്ള ആൾക്കാർ മുഴുവൻ വീട്ടിൽ വന്ന് കയറുന്നില്ല. ഒന്ന് പതുക്കെ, അയൽവാസികൾക്കൊക്കെ താമസിക്കണം ഇവിടെ. ഞാൻ തൃക്കാക്കരനെ വിളിച്ചത് സാധാരണ നിങ്ങൾ ഓണം വന്നു കഴിഞ്ഞാൽ പിടിച്ച എന്റെ അപ്പനല്ലേ വിളിക്കാറ്. ഇന്നിപ്പോ തൃക്കാക്കര അപ്പനെ വിളിച്ചു. ഒരു ചേഞ്ച് ഒക്കെ വന്ന ആരായാലും ചോദിക്കും. ഓ, പണ്ട് നിങ്ങൾ എന്റെ അപ്പനല്ലേ വിളിക്കാറ്. ഇന്ന് നിങ്ങൾ പൂ വിളിച്ചു. അന്ന് ഞാൻ കള്ളും കുടിച്ചു പഞ്ചാബും വലിച്ചു കിടക്കുമ്പല്ലേ. അപ്പൊ അന്ന് ഞാൻ ഇത് നോക്ക്, ഞാനൊന്ന് കള്ളം കുടിച്ചു ഒരു അലവലാതെയൊക്കെ ഇറക്കിയായിരുന്നു. അപ്പൊ അന്നേരം സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ നീ കുത്തി പറയുന്നത്. ഞാൻ പുതിയൊക്കെ നല്ല മര്യാദക്കാരായിട്ട് നിൽക്കല്ലേ. നിനക്കെന്നോട് വല്ല കണക്കുണ്ടോ? എനിക്ക് ആദ്യം ദേഷ്യമുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ചേട്ടനോട് ഒരു ദേഷ്യം. അത് മതി, നിനക്കെന്നോട് കണക്കുണ്ടായിരുന്നാ മതി. അതെ, മറ്റേ അപ്പുറത്തോട്ട് കുടിക്കാൻ വിളിച്ചിട്ടുണ്ടാ? നമ്മുടെ കബീർ കബീറിനെ വിളിച്ചിട്ടുണ്ട്, ഇക്കെ വിളിച്ചിട്ടുണ്ട്, ഇത്ത മക്കളെല്ലാവരും വരും. പിന്നെ എന്റെ ദൈവത്തിനെ വിളിച്ചാ? എന്നെ കൊണ്ട് കുടിച്ചിട്ട് എന്റെ ബാസ് വിളിച്ചിട്ടില്ല. ഉള്ളിലേക്ക് ഒന്നാലും നമുക്കൊരു സമാധാനം. പിന്നെ അച്ഛൻ വരും. ഇയാൾ നിനക്ക് എന്നോട് കിടക്കാൻ പാടില്ല. നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്താ? നമ്മുടെ അച്ഛൻ അങ്ങനെ പറ. വരുമല്ലോ. കഴിഞ്ഞ വർഷം പുള്ളിയുടെ മുഖത്തിന്റെ ചവിട്ടിയതാണ്. അപ്പൊ കാലം എനിക്ക് മാപ്പ് പറയണം. ഞാൻ പുതിയ തീർത്തിട്ട് മാന്യം അറിയണമല്ല. അപ്പൊ എല്ലാവരും കൂട്ടി നമ്മൾ ഈ വർഷത്തോളം അടിച്ച് പൊളിക്കാൻ പോവാ അല്ലേ? നിങ്ങൾ ഇവിടെ ആഘോഷിക്കും, ഞാൻ അടുത്ത് പോയി സദ്യ റെഡിയാക്കാം. നീ വരണ്ട. ഇന്നത്തെ ദിവസം നീ ഫ്രീ ആയിട്ട് നടക്കും. സദ്യ മുഴുവൻ എന്റെ വരണം. ഒരു 10 കൂട്ടം കറി, 2 കൂട്ടം പായസം, 3 കൂട്ടം ചോറ്. ചോറ് ഒരു കൂട്ടം മതിയല്ലേ? അപ്പൊ ചോറ് ഒരു കൂട്ടം. ഇതെല്ലാം റെഡി ആക്കി ഞാൻ പെട്ടെന്ന് വന്നോളാം. ഓടുവാ. പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയ എന്തായാലും ഓണാഘോഷത്തിൽ എനിക്ക് ഭയങ്കര ആഘോഷം ദേശം നിർത്തിയതാണ്. രാവിലെ ജമീല കഞ്ഞിക്കൽ അടപ്പത്ത് വെച്ച് തീ കൊടുക്കാൻ ദിനേശ് വന്നത് ഇറക്കി വെച്ചു. എന്നിട്ട് അടപ്പി വെള്ളം കൊണ്ട് ഒഴിച്ചു. ഒന്നും അവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞേക്കാൻ എല്ലാം ഇവിടെ കൂടാതെ പറഞ്ഞ. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിനെങ്കിലും സുരന്ധയുടെ കണ്ണീർ എനിക്ക് കാണണ്ടല്ലോ. അതെ, ചേട്ടന്റെ കൂടിയൊക്കെ നിർത്തി. പക്ഷേ സംശയം ഇങ്ങോട്ട് വിട്ടുപോയിട്ടില്ല. ആർക്കും സംശയം? ചേട്ടന്. എനിക്കെന്താ
നിങ്ങൾക്ക് സംശയം അതെ. നിങ്ങൾ ആളുകളെ സംസാരിക്കും ഞാനും സംശയിക്കാം നീங்க എന്താ? നമ്മൾ അവിടെ പിള്ളേരിപ്പോ വരും. അവരെ അടുത്ത് നോക്കി നീ ചായ കുടിച്ചായിരുന്നു ഇല്ല, ഇഡ്ഡലി സാമ്പാർ കഴിക്കണമല്ലോ. പഠിക്കാനായിട്ട്. ദേ ഇവിടെ കൊണ്ടുപോയി. അല്ല ആദ്യം അത് കൊടുക്കാം ഇല തുടച്ചിട്ട് മതി. ഇല തുടച്ച് വെച്ചിട്ട് മതി. ആ പൂക്കളയുടെ പിന്നെ എന്നാ? ആടാണ്ട് എന്റെ സന്തോഷമാണ്, എന്റെ സന്തോഷം. അവരെ നാട്ടിൽ ഞാനാ പക്ഷെ നിന്റെ അങ്ങനെ നീ മുന്നാലായിട്ട് എനിക്ക് ഇത് സംശയം ഊഞ്ഞാല, കണ്ടക്കാലം അതെ എന്ത്? ഇതേ അതിനെ കൂടെ ഒന്നും ഇട്ടില്ല. തത്തല്ലേ ഇതേ അവിടെ പിള്ളേര് പോരും. ഇപ്പൊ അപ്പൊ ഞാൻ അടിക്കോട്ടാ അടിക്കോളാം. ആ 10 കൂട്ടം കാലം സംഭവം വെച്ചിട്ട് ഞാൻ വരാം ഓക്കേ. ഹാപ്പിയോ? അടിക്കാട്ടിക്കോ. ഒരുപാട് ചാട്ടണ്ട. അവിടെ പിള്ളേര് പോരും. എന്നെ ആട്ടി അവിടെ പൊക്കോ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കോളാം. ചെല്ലി ചെല്ലി ഞാൻ പൊക്കോ. എന്തോളം അടിച്ചു കൊടുക്കാൻ ദിനേശന്റെ വീട്ടിൽ. ജമീല. കൊള്ളാല്ലേ സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഈ നടുക്ക് കുത്തി വെച്ചേക്കുന്നത് എന്താണ്? ഇത് ഓണത്തപ്പൻ. അരെ ഓണത്തപ്പൻ. എന്തായാലും നിന്റെ അപ്പനായാലും വേണം ബാബു കുത്തി വെച്ചാൽ വെച്ചോടത്ത് കിട്ടുള്ളൂ. നിന്റെ അപ്പനെ ഈ പാവകളെ കടകടകടകടാന്ന് കാണിക്കുന്ന ലോകം മുഴുവൻ ഓടി നടക്കില്ല. പക്ഷെ നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ ചേട്ടനെ ചേച്ചിയെ കാണണ്ടേ? അതെ അമ്മ ഇത്തവണ വന്നേക്കണെന്ന് ചെറിയൊരു ഉദ്ദേശമുണ്ട്. എന്ത്? കഴിഞ്ഞ തവണ ഓണത്തിന് വന്നു കഴിഞ്ഞപ്പോ ദിനേശൻ നിന്റെ താലിവാല പൊട്ടിച്ച് കിണറ്റിലിട്ടാ പക്ഷെ അത് മുക്കോണ്ട് വരുന്നില്ലേ? ഇടി അത് നമുക്കെല്ലാം അറിയാമോ? അവർക്കറിയില്ല. അപ്പൊ ഈ സാഗരം ഇത്തവണ നമുക്ക് ആ മാലയെ കൊണ്ട് വേണം പോകാനായിട്ട്. ഞാൻ ഇത്തിരി ഇടഞ്ഞിരിക്കുന്നു നീ പറഞ്ഞോ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റുവിട്ടോ. അല്ലേ ഇതാരാ? നീ ആരാ? ദിനേശനല്ലേ? അത് ഞാനല്ല. അല്ല, ദിനേശന്റെ അനിയനിത്. ഞാൻ അയൽവാസി. അയൽവാസി? പിന്നെ ഉയ്യോ, ഫേസ്ബുക്കിലുണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടു. പക്ഷേ അതില്ലേ? ഞാൻ ഹസ്ബൻഡിനോട് സസ്പെൻഡ് ചെയ്യാൻ അയ്യോ. സസ്പെൻഡ് ചെയ്യണ്ടായിരുന്നു. ആ. നാത്തൂനെ. ദാ, 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 ദാ. നിന്റെ പേരെന്താണ്? കബീർ. നീ ആളുക പൂർണ്ണ എനിക്കറിയാ. അനിയൻ FB-യിലില്ലേ? എഫ്ബിയാ ഫേസ്ബുക്കിൽ ആ അതൊക്കെ കേട്ടെങ്കിൽ അക്കൗണ്ട് ഇല്ലേ? അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. എന്താണ്? SBD ബാങ്കിൽ ഇത് ഏത് അക്കൗണ്ട്? കേക്കാനാണ് 129 എന്റെ അക്കൗണ്ട് നമ്പർ. എന്നാൽ ഞാൻ ഹസ്ബൻഡ് കൊടുത്തേക്ക് റെസ്പെക്ട് ചെയ്തത്. പൈസ കൊടുത്തുള്ള ഒരു കളിക്ക് ഞാൻ നിൽക്കൂല. ഒന്ന് റെസ്പെക്ട് ചെയ്യല്ലേ? കൊടുക്കൂല. അതെന്താണ്? നീ എവിടെ നീ എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ മസ്കല്ലല്ലേ? വെറുതെ അല്ല നീ ഒരു ഒക്കെ നടക്കണം. എനിക്കറിയാം, അതൊക്കെ അവിടെ നിൽക്കണ്ട. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഇലയൊക്കെ തുടച്ചു നോക്കാം. സത്യമുള്ള കാര്യങ്ങൾ അതൊക്കെ നീ ഞാൻ എന്റെ അളിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഓണസദ്യ ഉണ്ടാൻ വേണ്ടി വന്നേക്കാണ്. ഇല തുടക്കലും പാത്രം കഴുകലൊക്കെ നീ. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യും. ഊഞ്ഞാലിനകത്ത് കയറി ഞാൻ ആക്കാം. അത് വേണമെങ്കിൽ നോക്കാം. ഇരി ആട്ടിത്തരാട്ടാ. മര്യാദ ഇരിക്കണേ. പിടിക്കട്ടെ 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 വെറുതെ സുഖം കേട്ടാ. അതെ കഴിഞ്ഞ വർഷം ഞാൻ മുഴുവൻ നാളെ മേടിച്ചതാണ് അപ്പൊ ഒരു നൈസ് പ്ലേ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് നോട്ടാ ഇങ്ങനെ ഓ നിന്റെ പണിയായിരുന്നല്ലേ. വിളിച്ചു വരുത്തിയ അളിയനെ ആക്ഷേപിക്കുന്നു. ഇല്ല ഞാനൊന്ന് സ്നേഹിതന്റെ കയ്യിൽ തന്നെ സ്ലിപ്പായി പോയി ഞാൻ ചോദിച്ചു അളിയ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൃഗവും മദ്യപാനമൊക്കെ ഉണ്ടായിട്ടു. അപ്പൊ എന്റെ ഭാഗത്ത് ചില ഇതൊക്കെ സംഭവിച്ചു പോയി. എന്നാലും അളിയ ഈ വർഷം വന്നത് മഹാ നന്നായി. പിന്നെ എന്റെ ഭാഗത്ത് എനിക്ക് ഒരു തെറ്റും ഉണ്ടാവില്ല. അങ്ങനെയല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മുള്ളിമുണ്ടല്ലോ. ചേട്ടൻ അപ്പുറത്തെ ചെവിട്ടി പോയി പറ. കഴിഞ്ഞ ഓണത്തിന് ചേട്ടൻ കറച്ചട്ടി കടിച്ചിട്ട് ഈ സൈഡ് ചെവി ഇപ്പൊ കേൾക്കൂല. ആ അളിയ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിച്ചു. ഞാനൊരു ചെറിയ മദ്യപാനമൊക്കെ ആയിരുന്നു. അളിയൻ എന്നോട് ക്ഷമിക്കണം. അയ്യോ അതൊക്കെ മറന്നു. അല്ലെങ്കിൽ ഞാൻ അവളെ കൂട്ടി വരൂല്ല. അപ്പൊ മറ്റേ ചടങ്ങനെ ചെയ്തേക്കണം. എന്നോട് എന്താ ദിനേശ? അല്ലെങ്കിൽ എന്റെ നെഞ്ചത്തെ തീയാണെങ്കിൽ അതൊക്കെ വിദ്യകളാ. പിന്നെ എനിക്കൊരു ചെറിയ സങ്കടമുള്ളത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ നീ വെള്ളം ഒഴിച്ച് കൊടുത്ത മാല പൊട്ടിച്ച് കെട്ടിട്ട് എത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാല അത് ഞാൻ എന്തായാലും മേടിച്ചതേ. എത്ര പവൻ ഉണ്ടായിരുന്നു? 10 പവൻ. അല്ല 50 പവൻ ഉണ്ടായിരുന്നു. ആണോ? അതെന്തായാലും മേടിച്ചതേ ഞാൻ വിടുള്ളൂ. കേട്ടോ അതെനിക്ക് മാറ്റി. നീ എന്റെ പെങ്ങളല്ലേ? 5 പവൻ 10 ഒന്നുമല്ല. 15 പവന്റെ മാല ഞാൻ മേടിച്ചതിന്റെ ഇവിടുന്ന് വിടുള്ളൂ. പിന്നെ അളിയ 10 അല്ല ഒരു 15 പവന്റെ മാല ഞാൻ മേടിച്ചു തന്നേക്കാം. സൈഡ് മാറിപ്പോയി. അളിയ 10 അല്ല ഒരു 15 പവന്റെ മാല ഞാൻ മേടിച്ചു തന്നേക്കാം. അതല്ല അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഓണം ആഘോഷിക്കുന്നു. അതെ ഒരു 3-4 പെട്ടെന്ന് അറിയാം ബാക്കി റെഡിയാക്കണം. അപ്പൊ ഞാൻ എടുത്ത് വെച്ചില്ലേ നീ അങ്ങനെ പൊക്കോ. ആലോചിക്കുന്നു. നിങ്ങൾ നോക്കോ ചെല്ലി. അയ്യോ, നമുക്കുള്ള ചായ കുടിച്ചിട്ട് ഇരുന്നാലാ? ആ നീ ഇവിടെ ഇപ്പോ ഞാൻ എത്ര നേരമാണ് വന്നത്. എനിക്കുള്ള ചായയിൽ നിനക്ക് തന്നത്. വാ, മൊത്തത്തിൽ പോയിരിക്കാണ്. വാ.
ഊഞ്ഞാലിട്ട് ഞാൻ ചായ എടുത്തിട്ടോ ഇരുന്ന്. ആഹാ, ഈ കരുണാനിധിനൊക്കെ ഓണത്തിന് വിളിച്ചു. എവിടെ ദേവനാരാണ്? നമ്മുടെ വിദേശത്തെ അളിയനാണ്. അളിയനല്ല, അമ്മാനിച്ചൻ. ഇവിടെ കൺഫ്യൂഷൻ ആണ്. മധുരയിൽ പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വല്ല വിവരത്തിന്റെ ഓപ്പറേഷൻ. കഴിഞ്ഞ വർഷത്തെ ഒരു മപ്പുറയുണ്ട്. ആരാ? ദിനേശൻ. കഴിഞ്ഞ വർഷം ഞാൻ മദ്യപാനാണ്. പക്ഷെ ഇപ്പൊ മദ്യപാനൊക്കെ നിർത്തി നല്ല മനുഷ്യനാണ്. അമ്മായിച്ചാ നോക്കിയേ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഭയങ്കര മാന്യനാണ്. ഈ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കാരണമേ ആരും അങ്ങോട്ട് വ്യക്തമല്ല. എല്ലായിടത്തും ഒരു തുക പോലെ. അവിടെ പോകാൻ അടുക്കളയിലുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ അമ്മാച്ചി മാത്രമല്ല വന്നേക്കുന്നത്. അളിയൻ വന്നിട്ട് പരത്തോട്ടിലെ പരിപാടി എല്ലാവരും വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അടിപൊളിയായിട്ട് ഓണാഘോഷിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഓണക്കൂടെ കയറും. എന്നിട്ട് നമ്മൾ പിരിയുന്നു. കേട്ടാ അമ്മാച്ചി ഒരു കുറവും വരത്തില്ല. എല്ലാം മഞ്ഞ നടേശ, ആ പന്നപ്പട്ടി അലവലാതി തിരേച്ച് വെള്ളമടി നിർത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? മനസ്സിലായി? കഴിഞ്ഞ ഓണത്തിൽ അവൻ കാണിച്ചതിനെ ചോർത്ത് കഴിഞ്ഞാൽ അവന് അടിച്ച് കൊട്ടേക്ക് കൊടുക്കണം. പന്ന അലവലാതി പരമനാല് സീമ പന്നി. ഞാൻ പറഞ്ഞ സത്യമല്ലോ, ഒന്ന് വാങ്ങുന്നു പറയാം. ഞാൻ ദിനേശനാണ്. അച്ഛാ, സുഖാണോ അച്ഛാ? സുനന്ദ അച്ഛാ. അച്ഛാ, അമ്മ എന്താ കൊണ്ടുവരാന്? എന്റെ കൂടെ ഒരു പകുതി വരെ അമ്മയുണ്ട്. പിന്നെ എനിക്ക് അടുത്തടുത്തിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് അത് അമ്മയല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ പങ്കരാക്ഷിയാണ്. പിന്നെ തൊട്ടടുത്ത വണ്ടിയിൽ വന്നിട്ട് അമ്മ വന്നോളൂ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ ഇവിടെ ഇരിക്കുന്ന ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ആ കൊച്ചുപോലെ ചാക്കര പോലെ ഉമ്മ. എന്തിന് നിന്റെ അപ്പനെ കൊണ്ടുവരാനാ? അവൻ അതിലേ ഓടി എവിടെയും കടിക്കട്ടാ. ആണല്ലേ? അന്ന് കാവിലെ വെറുതെ മറ്റൊരു പറയുന്ന അങ്ങോട്ട് കേൾക്ക്. പരമനാറി നടേശനെയൊക്കെ എന്തിന് വീട്ടിനകത്തോട്ട് വിളിച്ചില്ല? ഇത് അയ്യനായതുകൊണ്ടല്ല. 1 കിലോ അരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആലവരാതി പറഞ്ഞു അതിനാണ് മനസ്സിലായി. അവനെ വീട്ടിൽ കേട്ടണം. നിങ്ങൾ വാദം പറ. ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് വാദം പറ. ആ നടേശനാണ് ഞാൻ. എന്നെ കുറിച്ച് ഈ തെണ്ടിത്തരം മുഴുവൻ വിളിച്ചു പറഞ്ഞു. വെക്കട വെടികളെല്ലാം ഒന്നും തെറ്റി പോവാണ്. എന്നെങ്കിലും എന്റെ തെറ്റിയാലും വെടിവെക്കും. അടിയോ അച്ഛന് ഭയങ്കര അഭിപ്രായമുള്ള അതിനെ കുറിച്ച്. നീ അവിടെ ഇങ്ങനെ കാണിക്കാതെ എന്തെങ്കിലും വാദം ഒന്ന് പറ. അച്ഛന് ഭയങ്കര അഭിപ്രായമാണല്ലോ അളിയനെ കുറിച്ചത് കേട്ടല്ലേ? അച്ഛാ, എത്ര നേരമായി വിളിക്കുന്നു? ചായ കുടിക്കണ്ടേ? അയ്യോ, എന്തായാലും കൊള്ളാം. സുനന്ദ പോകരുത്. എടി, ഞാൻ ചോദിക്കണമെന്നൊന്നും തോന്നരുത്. ഇപ്പോഴപ്പുറത്തെ വീട്ടിലെ പല നാല് കബീറിനെ കൊണ്ട് വല്ല ശല്യമുണ്ട്. ഒരു കുഴപ്പമില്ല. ആരാ? കബീറ. കബീറ ഹാപ്പിയോടെ സെയിം ടീം. ആ ചായമില്ല കഴിക്കാം. മറ്റൊക്കെ സുഖമാണ്. കേരളത്തിലെ ഒരു പണിയില്ല. അത് കൊള്ളാം. അറിയാ എന്താ എന്തേ? വല്ലതൊക്കെ എടുത്ത് ഞാനായിട്ട് നോക്കി വീട് എത്ര നേരമായിട്ടിരിക്കാന്നറിയോ? ഒരു അക്ഷരം കിട്ടുന്നില്ല. എന്തായാലും ഒന്ന് സംസാരിച്ചൂടെ? ആരാണ് അത്? ഏവളാണ് അതിന്റെ പുറത്ത് എലിയുള്ളൂ. അനക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കും. എവിടെ കസേര കൊണ്ട് വേണേ ഇരുത്താൻ. ഓരോരുത്തർ വന്നിട്ടിരിക്കും. അവർ ചീത്തപ്പുറണ്ടാണ്. വാസ്തവ തന്നെ വന്നിട്ടൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? ഇല്ല. ദിനേശനെ കൊണ്ട് കുടി നിർത്തിച്ചില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ദിനേശന്റെ വീട്. ഈ ദിനേശൻ നേരത്തെ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ആകെ അനവരാജ് നടക്കി. പക്ഷെ ഇന്നത് സുഖമാണ്. അതായത് എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ബലം കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും അവർ നല്ലൊരു കുടുംബജീവിതം നയിക്കണം. ഇത് ഞാൻ നിന്നോട് പറയാനുള്ള കാര്യം, ഇനി മുതൽ നീ കഞ്ചാവും മറ്റൊന്നും ഉപയോഗിക്കരുത്. ദൈവത്തെ മാത്രം ഓർത്തു വളർത്തണം കേട്ടോ. ഈ ലോകത്ത് ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ദിനേശൻ. അപ്പൊ നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ.
ദൈവം വന്നാലും ഞാൻ സദ്യ വിളമ്പ് ഉറപ്പിച്ചു വെച്ചേക്കുന്നു. എല്ലാരും ഉണ്ടോ ഇവിടെയൊക്കെ? എല്ലാരും ഉണ്ട്. എങ്ങനെ ഉണ്ട് എന്റെ മനുവും തന്ന ഓണപ്പുടവ? അതവളുടെ അരിപ്പാവാടയാണ്. അതവളുടെ അരിപ്പാവാടയാണ്. അതെ, നമ്മളിങ്ങനെ എല്ലാവരും കൂടി നിന്നല്ല. ഓണം നമ്മൾ അടിച്ചു പൊളിച്ച് അവിടെ നിന്നെങ്കിൽ അതിന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതിപ്പോ എന്താ ഒരു ബഹളം കേട്ടെ? ഒരു ബഹളം കേട്ടത് അതെന്റെ ദൈവം വന്നേക്കുന്നു, എന്റെ പാസ്റ്റർ ആണോ? ക്ലീറ്റസ്. കേട്ടാ വന്ന മോനെ, ഓണമാണ്. പിന്നെ എന്തോ നല്ല ആക്കിയെന്ന് വെച്ചിട്ട് പണ്ട പട്ടിയെ പതിയെ വിട്ടത്. ഓണമല്ലേ? ക്ഷമിക്കണമേ. അന്നപ്പായിട്ട് നിന്റെ അപ്പൻ ഭാസ്കരാണല്ലേ? അതെ, സദ്യ എല്ലാം കഴിയാണ്. എല്ലാ സംഭവവും ആക്കാണ്. അപ്പൊ നമുക്ക് ഊണ് കഴിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ പരിപാടി ഒരു പാട്ട് ആരെങ്കിലും അല്ലത് ചെറിയ പിടുത്തം പിടിക്കല്ലേ? പള്ളിയോടമാക്കുവിളി വള്ളക്കളി അക്കരയും ഇക്കരയും ആക്കി വെച്ചിട്ടുള്ളക്കളി. പള്ളിയോടമാക്കുവിളി വള്ളക്കളി അക്കരയും ഇക്കരയും ആക്കി വെച്ചിട്ടുള്ളക്കളി. അമർത്തിരുന്നു ഞാൻ തൊഴുതുഴഞ്ഞേറേ, അമർത്തിരുന്നു ഞാൻ തൊഴുതുഴഞ്ഞേറേ. മന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പു കൊണ്ടു. മന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പു കൊണ്ടു. അപ്പൊ പാട്ടാകുമ്പോൾ സംഭവം പോയി. ഇനി സദ്യ വേണം. സദ്യ വേണം. സദ്യ വേണം. പപ്പടം വാങ്ങാൻ മറന്നു. അയ്യോ, പപ്പടം കുഴപ്പമില്ല, ബാക്കിയല്ല. അയ്യോ വേണം ചേട്ടാ, ഓണല്ലേ, പപ്പടം പഴം പായസം ഒക്കെ വേണ്ടേ? അത് കുഴപ്പമില്ല, പപ്പടില്ല, സദ്യ വിളമ്പാൻ. പപ്പടം വേണം. ഞാൻ പോയി പപ്പടം മേടിച്ചു. അത് വേണ്ട. നിങ്ങളുടെ ഗസ്റ്റാണ്, നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി പപ്പടം മേടിച്ച് പെട്ടെന്ന് വരാം. ആ സമയം നമ്മൾ പായ കൊടുത്ത് സദ്യ സജ്ജപ്പെട്ടാണ്. ആകാശത്തിരിക്കുന്നവരെ ഇവര് പപ്പടം കിട്ടാറുണ്ട്. കാശ് കൊടുത്താലും പപ്പടം കിട്ടും. അയ്യോ ദേ മാവേലി. മാവേലിയാ ഇതാ? സംശയിക്കണ്ട, നാം മഹാബലി തന്നെ. എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കിലാണല്ലേ. എന്താ സുരന്തേ, നിന്റെ സങ്കടങ്ങളെല്ലാം മാറിയില്ലേ? മാവേലിക്ക് എന്റെ പേരറിയോ? നിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രജകളുടെയും പേരുവിവരങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. സുരന്തേ, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ? പിന്നെ എനിക്കിപ്പോ വലിയ സന്തോഷായി. ദിനേശ് ചേട്ടൻ പൊടിയൊക്കെ നിർത്തി. എന്നോട് മക്കളോട് എന്ത് സ്നേഹാന്നറിയാമോ? ദേ മാവേലി കണ്ടോ, നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ഓണാഘോഷിക്കാം. അതും ദിനേശ് ചേട്ടന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ. ആഹാ, എന്നിട്ട് ദിനേശൻ എവിടെ? ഇതാ പറയണം, ഗുരുത്തം പങ്കിടുമ്പോ ഇലയും വലിച്ചോണ്ട് പോകുന്നു. ഇപ്പൊ മഹാബലി വന്നപ്പോ അവന് പപ്പടത്തിന് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പോവാന്ന് പറഞ്ഞാണ് അലിവിങ്ങനെ വന്നു. എനിക്ക് അതല്ല പേടി, അപ്പുറത്തവന്റെ കൂട്ടുകാരൊക്കെ ഇരുന്ന് രണ്ടെണ്ണം അടിക്കുന്നുണ്ട്. ഇനി അവനെങ്ങനെ അതിനിടെ കയറി വന്നാൽ എന്റെ ഒരു പേടി. അടിക്കും, ദിനേശൻ അടിക്കും. മദ്യം കണ്ടു കഴിഞ്ഞാൽ അവന്റെ തലകറങ്ങും, എനിക്ക് ഉറപ്പാണ്. നിങ്ങളൊന്നും മിണ്ടാതിരി, എന്റെ ചേട്ടൻ കുടിക്കൊന്നുമില്ല. എന്റെ കുഞ്ഞാട് ഒരിക്കലും വലുതെത്തുകയില്ല. അവരെ സാധാരണ കയ്യിൽ നിന്നും ഞാൻ മോചിപ്പിച്ചു കഴിഞ്ഞു. സ്തോത്രം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട. ദിനേശൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നാം കാണിച്ചു തരാം. ദാ കണ്ടോളൂ. എടാ ദിനേശ കൊട്ടോടി. പപ്പടം മേടിക്കാൻ പോകുമ്പോ പുറകിന്ന് വിളിക്കണം. എടാ ഓണമൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ട് പോ. എന്ത് ഓണമല്ല രണ്ടെണ്ണം അടിച്ചിട്ട് പോവാൻ. എടാ നിനക്കൊക്കെ നാളാവൂല. ഞാനിപ്പോ കുടിയൊക്കെ നിർത്തി എന്റെ കുടുംബമായിട്ട് നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഓണം ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. നിനക്കും അതുപോലെയൊക്കെ വീട്ടിൽ പോയി ഓണം ആഘോഷിച്ചാ പോരെ? ഒരു മാന്യൻ. എടാ മോത്തെ, നിന്റെ വീട്ടിലെ തള്ള ഇപ്പൊ നോക്കിയിരിക്കും, നിന്നെ നോക്കി. വേഗം പോയി വീട്ടിൽ പോലെ കഴിക്കാൻ നോക്കും. ദിനേശൻ ലൈഫിൽ ഇനി മതിയില്ല. ആശ്വാസായി, ദിനേശൻ കുടിച്ചില്ല താൻ. ഞാൻ പറഞ്ഞില്ല, എന്റെ അളിയായ കുടിക്കൊന്നുമില്ല. അത് ഞാനാണ് പറഞ്ഞത്. വെറുതെ എന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കരുത്. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ദിനേശ് ചേട്ടൻ കുടിക്കില്ലെന്ന്. നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയാണ്ട് പോയി സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ദിനേശ് ചേട്ടൻ പപ്പടമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളുന്നേ. അത് ശരിയാ, ദിനേശൻ പപ്പടോട് വരുമ്പോ നമുക്ക് സദ്യ അങ്ങനെ വിളമ്പിയേക്കാം. അല്ലേ ദിനേശൻ വന്നല്ല. എടാ പപ്പടം കേട്ടതാ. പപ്പടം മാത്രമല്ല, നിനക്ക് പായസം ചോറും തരാ പട്ടി. നിന്റെ ഇടയ്ക്ക് ഈ വേലിക്കകത്ത് കയറി പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മേ, ദിനേശൻ കുടി തുടങ്ങിയതാ. നീ ആരാ?
യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. അളിയോ അളിയ ഓ സൈഡ് അളിയ അളിയോ രണ്ട് സൈഡും പോയാ. അയ്യോ ദേവന്തി, മഹാബലി. ഇത് മഹാബലിയല്ല, ഏതോ ബാലക്കാരനാണ് സ്തോത്രം. നിങ്ങൾ എന്നോട് പരിഭവം വിചാരിക്കണ്ട. നാം യഥാർത്ഥ മഹാബലി തന്നെയാണ്. എന്നിട്ടാണോ മാവേലി എന്നോട് ഈ ചതി ചെയ്തത്? നാം എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് ചെയ്യുന്ന ദിനേശ കുടിക്കത്തില്ല എന്ന് മാവേലി ഞങ്ങൾ എല്ലാവരും കാണിച്ചു തന്നില്ലേ? എന്നിട്ട് കുടിയും കഴിഞ്ഞു വന്ന് ഇതെല്ലാം തല്ലിപ്പൊളിച്ച് കിടക്കുന്ന മാവേലി കണ്ടില്ലേ? ദിനേശൻ പപ്പടം വാങ്ങാൻ കടയിലേക്ക് പോകുന്നതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ? അതെ. പപ്പടം വാങ്ങി കടയിൽ നിന്ന് തിരിച്ചു വരുന്നത് കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചു. അതില്ല. എങ്കിൽ അതാണ് കാണേണ്ടത്. മോനെ ഇതൊന്ന് തുറന്നേ, നിന്റെ പിരിവെട്ടിപ്പോയി. പിരിവെട്ടിപ്പോയാ ഇത്ര പ്രായമായിട്ട് മുടിയൊന്നും നിർത്താറായില്ലേ? ഞങ്ങൾ ചെറുപ്പക്കാരൻ മുടിയൊക്കെ നിർത്തി. നിസ്സാര സംഭവം മൂട്ടിലൊന്നും അടിക്കുക, ഇങ്ങനെ തിരിക്കുക, ഇത്ര ഉള്ള സംഭവം കേട്ടാ. അതെ, ഇത് ഡൂപ്പാണെന്നൊരു സംശയം. ഒറിജിനലാണ് അങ്ങനെ വരാൻ വഴിയില്ല. ഡൂപ്പായിരിക്കും ചിലപ്പോ. ഡൂപ്പ ഒറിജിനൽ കുടിച്ചു നോക്കിയേ. ഡൂപ്പല്ലേ? എന്ത് വർത്താനം പറയണത്? എനിക്ക് തെറ്റിയതാ, ഒറിജിനല. ഓണം വന്നാലും വിഷു വന്നാലും ദിനേശന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ചട്ടി തന്നെ ചോറും. നീയൊന്നും ഇതുവരെ പോയില്ലടാ പട്ടികളെ. ഓടാ.